ബ്രസീലുകാർ ഈ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു വിളിപ്പേര് കൊടുത്തിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, അപ്പരസിഡ. 1717 ബ്രസീലിയൻ ഗവർണർ ഒരു കൊച്ചു ഗ്രാമമായ വില്ല പരായിബ എന്ന ഒരു ഗ്രാമം സന്ദർശിക്കാനായിട്ട് തീരുമാനിച്ചു. മുക്കുവരാണ് അവിടെ കൂടുതലുണ്ടായിരുന്നത്. ഒരു നദീതീരത്താണ് ഈ കൊച്ചു ഗ്രാമം. നല്ല ഒരു ഭക്ഷണം ഈ ഗവർണർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഏറ്റവും നല്ല മത്സ്യങ്ങളെ പിടിക്കാൻ വേണ്ടി ആ നാട്ടിലുള്ള മത്സ്യബന്ധനത്തിൽ മിടുക്കരായ 3 പേരെ മത്സ്യങ്ങളെ പിടിക്കാൻ വേണ്ടി വിടുക. അവർ വലയെറിഞ്ഞു, മീൻ കിട്ടി. പ്രിയമുള്ളവരെ, പലതവണ വലയെറിഞ്ഞിട്ടും മീൻ ഒന്നും തന്നെ, ഒരു ചെറുമീൻ പോലും കിട്ടിയില്ലെന്നാ പറയുന്നത്. സങ്കടമായി, നിരാശയായി തങ്ങളുടെ കഴിവിൽ വിശ്വാസമർപ്പിച്ച ജനങ്ങളോട്, ഗ്രാമവാസികളോട് ഞങ്ങൾ എന്തു പറയും? ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് കടന്നു വരുന്ന ഈ ഗവർണർക്ക് ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ലല്ലോ എന്നൊരു ഒരുപാട് സങ്കടങ്ങൾ അവരുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. എങ്കിലും അവർ വലയെറിയുന്നതിൽ മുടക്കമൊന്നും വരുത്തുന്നില്ല. അങ്ങനെ വലയെറിഞ്ഞപ്പോൾ എന്തോ അതിൽ പെട്ടതുപോലെ അവർക്ക് തോന്നി. വലിയ പ്രതീക്ഷയോടുകൂടെ അതിങ്ങനെ വലിച്ചു കയറ്റുമ്പോൾ ചെറിയൊരു പ്രതിമയാണ്. ആ പ്രതിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തലയില്ല. നോക്കിയപ്പോൾ ഒരു സ്ത്രീയുടെ പ്രതിമ പോലെ അവർക്ക് തോന്നി. അതവിടെ വെച്ചു. വീണ്ടും വലയിറക്കുക. അപ്പോഴും വീണ്ടും എന്തോ കിട്ടി. നോക്കിയപ്പോൾ തലയില്ലാതെ നേരത്തെ കിട്ടിയ പ്രതിമയുടെ തലഭാഗം. പ്രിയമുള്ളവരെ, അത് ചെളിയിൽ ഇങ്ങനെ കുതിർന്ന് പൊതിഞ്ഞു കിടക്കാറ്. അതൊന്നും ഇങ്ങനെ കഴുകി നോക്കിയപ്പോൾ അത് പരിശുദ്ധ അമ്മയുടെ സുന്ദരമായ ഒരു പ്രതിമയായിരുന്നു. അവരത് തലയും ഉടലും ഏതാണ്ട് തങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഒരുമിച്ച് ചേർത്ത് അത് വഞ്ചിയുടെ തലയ്ക്കൽ വെച്ച് വീണ്ടും അവർ വലയിറക്കുകയാണ്. കാരണം മത്സ്യം കിട്ടിയിട്ടില്ല. ഗവർണർക്ക് കൊടുക്കാനുള്ള ഒരു മീൻ പോലും അവർക്ക് കിട്ടിയിട്ടില്ല. പ്രിയമുള്ളവരെ, വീണ്ടും വലയിറക്കി. ആ വല അവർക്ക് പൊക്കാൻ പറ്റിയില്ലെന്നാണ് പറയും. പ്രിയമുള്ളവരെ, അവർ ഈ നിറവലയുമായി ഗ്രാമത്തിലേക്ക് എത്തിയിട്ട് ഈ വലയിൽ കുടുങ്ങിയ മത്സ്യത്തെക്കാളും ഉപരിയായി അവർ പ്രാധാന്യം കൊടുത്തത് അവരുടെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന ഈ തലയും ഉടലും വേർപെട്ടിരുന്ന ഈ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപമായിരുന്നു. ഈ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം അവിടെ സ്ഥാപിക്കുകയും ഒരു കൊച്ചു ദൈവാലയം പണിയുകയും പിന്നീട് ആ ദൈവാലയം വളരെ വിപുലീകരിക്കുകയും 1955 ഏറ്റവും വലിയ ഒരു ദൈവാലയത്തിന് തറക്കല്ലിടുകയും 1980 പരിശുദ്ധ പിതാവ് ജോൺ പോൾ II പാപ്പ ഈ വലിയ ദൈവാലയം ആശീർവദിക്കുകയും 1982 ഈ ദൈവാലയം സാധാരണക്കാർക്ക് പ്രാർത്ഥനയ്ക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, കത്തോലിക്ക ദൈവാലയങ്ങളുടെ വിസ്തീർണം പരിശോധിച്ച് വലിപ്പം നിശ്ചയിക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ദൈവാലയമാണ് ബ്രസീലിലെ അവർ ലേഡി ഓഫ് അപ്പരസീദ ബസിലിക്ക.